ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC എക്സാംസിൽ സ്ഥിരമായി ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ആണ്. ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ കഴിയുമ്പോൾ RTA ആക്ടിൻ്റെ ചരിത്രം, പ്രധാന വകുപ്പുകൾ, വിവരാവകാശ കമ്മീഷൻ, ഭേദഗതികൾ, അങ്ങനെ PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമായ എല്ലാ പ്രധാന ഫാക്ട്സും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താണ് RTA എന്ന് നോക്കാം. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഓരോ പൗരനും അവകാശമുണ്ട്. ഈ അവകാശം നിയമപരമായി ഉറപ്പാക്കുന്നതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ അഥവാ വിവരാവകാശ നിയമം. സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കുക, അഴിമതി കുറയ്ക്കുക എന്നിവയാണ് ഈ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരാവകാശം എന്ന അവകാശം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡയറക്റ്റായിട്ട് പ്രതിപാദിക്കുന്നില്ല. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 19(1)A ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശത്തിൽ നിന്നാണ് ഈ RTA രൂപം കൊണ്ടിട്ടുള്ളത്. സുപ്രീം കോടതി പല വിധികളിലും റൈറ്റ് ടു നോ എന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഒരു ഭാഗമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. PSCയിൽ സ്ഥിരമായി ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നത് ഏത് അനുച്ഛേദത്തിൽ നിന്നും എടുത്തതാണെന്നുള്ളത്. ആർട്ടിക്കിൾ 19(1)A ആണ് അതിൻ്റെ ഉത്തരം. അടുത്തതായി RTA മൂവ്മെൻറ്റ്. RTA ആക്ട് നിലവിൽ വരാൻ കാരണമായ പ്രസ്ഥാനം. രാജസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്ന മസ്ദൂർ കിസാൻ ശക്തി സങ്കേതൻ അഥവാ MKSS എന്ന സംഘടനയാണ് വിവരാവകാശ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഈ സംഘടനയുടെ പ്രധാന നേതാവായിരുന്നു അരുണ റോയ്. ഈ പേര് PSCയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങൾക്ക് സർക്കാർ രേഖകൾ കാണാനുള്ള അവകാശം വേണമെന്നാവശ്യപ്പെട്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. RTA ആക്ട് നിലവിൽ വന്ന സമയത്തെ പ്രധാന വ്യക്തികളെ PSC ചോദിക്കാറുണ്ട്. അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം, പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, ആൻഡ് ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അരുണ റോയ്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രധാന തീയതികളാണ് അടുത്തത്. 2005 മെയ് 11 ലോക്സഭ ബിൽ പാസ്സാക്കിയത്. ദ വെരി നെക്സ്റ്റ് ഡേ മെയ് 12 രാജ്യസഭയും ബിൽ പാസ്സാക്കി. 2005 ജൂൺ 15 പ്രസിഡൻറ്റിന് അംഗീകാരം ലഭിക്കുന്നത്. 21 ജൂൺ 2005 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും കൂടുതലായി ചോദിച്ച് കാണപ്പെടുന്നൊരു ചോദ്യം എന്നാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നുള്ളതാണ്. അത് 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട്. സർക്കാർ പ്രവർത്തനങ്ങളിൽ സുതാര്യത കൊണ്ടുവരിക, ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുക, അഴിമതി കുറയ്ക്കുക, ഇതുവഴി പൗരന്മാരെ ശക്തരാക്കുക, അതായത് ജനാധിപത്യം കൂടുതൽ ഫലപ്രദമാക്കുക. വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ പല സംസ്ഥാനങ്ങളും സ്വന്തം വിവരാവകാശ നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത്തരത്തിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്, ആൻഡ് ദാറ്റ് ഇസ് ഇൻ 1997. പിന്നീട് അതേ വർഷം തന്നെ ഗോവയും നിയമം പാസ്സാക്കി. പിന്നെ രാജസ്ഥാൻ, കർണാടക, ഡൽഹി, അസം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളും നിയമം നിലവിൽ കൊണ്ടുവന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം തമിഴ്നാട്, ആൻഡ് വിവരാവകാശ നിയമം 2005 നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ. അടുത്തതായി നമുക്ക് വിവരാവകാശ നിയമത്തിൻ്റെ ഘടന എന്താണെന്ന് നോക്കാം. ഈ നിയമത്തിൽ 6 ചാപ്റ്റേഴ്സാണുള്ളത്, 31 സെക്ഷനുകളും 2 ഷെഡ്യൂളുകളാണ് ഉള്ളത്. ഇത് സ്ഥിരമായി ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ്. വിവരാവകാശ നിയമത്തിൻ്റെ അല്ലെങ്കിൽ RTA ആക്ടിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആക്ട് ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണിത്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. RTA ആക്ടിൻ്റെ മുൻഗാമി. അടുത്തത് നമുക്ക് RTA ആക്ടിൻ്റെ സെക്ഷനുകൾ നോക്കാം. സെക്ഷൻ 2F വിവരാവകാശ നിയമത്തിലെ വിവരം എന്നത് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അഥവാ ഡിഫൈൻ ചെയ്യുന്നത്. റെക്കോർഡ്സ്, ഡോക്യുമെൻറ്റ്സ്, മെമ്മോസ്, ഇമെയിൽസ്, സർക്കുലേഴ്സ്, ഓർഡേഴ്സ്, റിപ്പോർട്ട്സ്, ഇലക്ട്രോണിക് ഡാറ്റ എന്നിവയെല്ലാമാണ് വിവരം എന്നതിൻ്റെ പരിധിയിൽ വരുന്നത്.
അടുത്തത് സെക്ഷൻ 2H ആണ്. പബ്ലിക് അതോറിറ്റി ആണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന്. ഭരണഘടന പ്രകാരമോ അല്ലെങ്കിൽ പാർലമെൻറ്റ് നിയമം വഴിയോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭാ നിയമം വഴിയോ രൂപീകരിച്ച സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ കീഴിൽ വരുന്നത്. കൂടാതെ സർക്കാർ ധനസഹായം ലഭിക്കുന്ന ചില NGOകളും ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. അടുത്തത് സെക്ഷൻ 6 ആണ്. വിവരാവകാശ അപേക്ഷ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ PIO ആൻഡ് APIO ഇവർക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത്. ഒരു അപേക്ഷയിൽ നമുക്ക് ഒന്നിലധികം വിവരങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ അപേക്ഷാ ഫീ എന്ന് പറയുന്നത് 10 രൂപയാണ്. ഈ ഫീ നമുക്ക് പല രീതിക്ക് അടയ്ക്കാൻ സാധിക്കും. കോഡ് ഫീ സ്റ്റാമ്പായിട്ടോ ട്രഷറി വഴിയോ DDയോ ചെക്കോ പോസ്റ്റ് ഓഫീസ് വഴിയുള്ള ഓർഡറുകളായിട്ടോ എങ്ങനെ വേണമെങ്കിലും സാധിക്കും. നോർമൽ കേസിൽ 30 ദിവസത്തിനകം വിവരങ്ങൾ നൽകണമെന്നാണ് ചട്ടം. എന്നാൽ ലൈഫ് ആൻഡ് ലിബർട്ടി വിഷയവുമായി ബന്ധപ്പെട്ട വിവരാവകാശമാണെങ്കിൽ 48 മണിക്കൂറിനകം നൽകണമെന്നാണ് ചട്ടം. മൂന്നാം കക്ഷി വിവരങ്ങളുടെ കാര്യത്തിൽ 40 ദിവസമാണ് സമയപരിധി. ഇവിടെ അപേക്ഷാ ഫീ മാത്രമാണ് 10 രൂപ എന്ന് പറയുന്നത്. നമുക്ക് വിവരങ്ങൾ കൈമാറാനുള്ള പേപ്പറിൻ്റെ കോപ്പി, CD, ഫ്ലോപ്പി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ചാർജ് ഇതെല്ലാം നമ്മൾ അധികമായി അടയ്ക്കേണ്ടതുണ്ട്. കേരളത്തിൽ A4 സൈസ് പേപ്പറിന് 3 രൂപയാണ് ഈടാക്കുന്നത്. CD ഇലക്ട്രോണിക് മീഡിയകൾക്ക് 75 രൂപയും. ഇനി ആർക്കെല്ലാമാണ് സൗജന്യമായ വിവരങ്ങൾ നൽകപ്പെടുന്നതെന്ന് നോക്കാം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യമാണ് വിവരങ്ങൾ നൽകപ്പെടുന്നത്. ഇതുകൂടാതെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 30 ദിവസം, ലൈഫ് ആൻഡ് ലിബർട്ടി വിഷയങ്ങളാണ് 48 മണിക്കൂർ എന്ന് പറഞ്ഞ പോലെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നൽകിയിട്ടില്ലെങ്കിൽ പിന്നീടുള്ള വിവരങ്ങൾ സൗജന്യമായി നൽകപ്പെടണം. വിവരാവകാശ നിയമം നടപ്പിലാക്കാനായി പ്രധാനമായും 2 കമ്മീഷനുകളാണുള്ളത്. ഒന്ന് സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ CIC, രണ്ടാമത്തത് സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ SIC. ഈ 2 കമ്മീഷനുകൾ വഴിയാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. അടുത്തത് സെക്ഷൻ 8 ആണ്. വളരെ പ്രധാനപ്പെട്ടൊരു സെക്ഷനാണ്. വിവരാവകാശ നിയമത്തിൽ ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വിദേശ രാജ്യങ്ങളുമായി ബന്ധത്തെ ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ, മറ്റൊരാളുടെ പ്രൈവസിയെ ബാധിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ എന്നിവയാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ വിവരം നൽകാതിരുന്നാൽ നമുക്ക് ഫസ്റ്റ് അപ്പീൽ നൽകാം. അതിനുശേഷം സെക്കൻഡ് അപ്പീൽ നൽകാം. ഇത് രണ്ടും ഫലം കണ്ടിട്ടില്ലെങ്കിൽ ദ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ഇൻഫർമേഷൻ കമ്മീഷനെ സമീപിക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 ഇൻഫർമേഷൻ കമ്മീഷനാണുള്ളത്. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ. നെക്സ്റ്റ് സെക്ഷൻ 20 പെനാൽറ്റി ആണ്. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വിവരാവകാശ നിയമത്തിൽ നിന്നും. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നിയമം ലംഘിച്ചാൽ, അതായത് വിവരങ്ങൾ നൽകാതിരിക്കുകയോ അപൂർണമായ വിവരങ്ങൾ നൽകുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ഒക്കെ ചെയ്താൽ പ്രതിദിനം 250 രൂപ വീതം പിഴ ചുമത്താം. പരമാവധി പിഴ 25,000 രൂപ വരെയാണ്. ഇത് എപ്പോഴും ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ് ഈ ഒരു ഭാഗത്തു നിന്നും. പെനാൽറ്റിയുടെ സെക്ഷൻ ഏതാണ് എന്നുള്ളതും എത്ര രൂപ വരെ പിഴ ചുമത്താം എന്നുള്ളതുമാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എല്ലാം ഒരു സ്ലൈഡിൽ ഒന്ന് ഓർത്ത് നോക്കാം. സെക്ഷൻ 2Fൽ വിവരം എന്താണ് എന്ന് പറയുന്നു. സെക്ഷൻ 2Hൽ പബ്ലിക് അതോറിറ്റീസ്, ഏതൊക്കെ പബ്ലിക് അതോറിറ്റീസാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നതെന്ന് പറയുന്നു. സെക്ഷൻ 6ൽ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നൽകാം, ആർക്ക് നൽകാം, അതിൻ്റെ ഫീസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. സെക്ഷൻ 7ലാണ് ഡിസ്പോസൽ, PIO അല്ലെങ്കിൽ APIO എങ്ങനെയാണ് വിവരങ്ങൾ നൽകേണ്ടതെന്ന് പറയുന്നു. സെക്ഷൻ 8ലാണ് എക്സംഷൻസ് പറയുന്നത്, എന്തൊക്കെ വിവരങ്ങളാണ് വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതെന്ന് പറയുന്നു. സെക്ഷൻ 19ൽ അപ്പീൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നു. സെക്ഷൻ 20ലാണ് പെനാൽറ്റി പറയുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ ഘടന പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 2 ഷെഡ്യൂളുകളാണ് ഇതിലുള്ളത്. അതിൽ ഒന്നാമത്തെ ഷെഡ്യൂളിൽ ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറിൻ്റെയും ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സിൻ്റെയും ചുമതലയേൽക്കുമ്പോൾ ഉള്ള സത്യപ്രതിജ്ഞയുടെ മാതൃകയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഷെഡ്യൂളിൽ എക്സംപ്റ്റഡ് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഇൻ്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ്, IBRO പോലെയുള്ള സംഘടനകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള എക്സംപ്റ്റഡ് ഓർഗനൈസേഷനെ കുറിച്ചാണ് സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത്. അടുത്തതായി വിവരാവകാശ നിയമത്തിന് വന്ന ഭേദഗതിയാണ്.
2019 വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തത്. ജിതേന്ദ്ര സിംഗാണ് ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. പ്രധാനമായും 3 സെക്ഷനുകൾക്കാണ് ഭേദഗതി വന്നിട്ടുള്ളത്. 13, 16, 27. ഓഗസ്റ്റ് 1, 2019 ബില്ലിന് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിക്കുന്നത്. ഇത്രയൊക്കെയാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് PSC പോയിന്റ് ഓഫ് വ്യൂ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമുക്കൊന്നുകൂടെ നോക്കാം. ആർട്ടിക്കിൾ 19(1)A പ്രകാരമാണ് RTA രൂപം കൊണ്ടിട്ടുള്ളത്. MKSS മസ്ദൂർ കിസാൻ ശക്തി സങ്കേതൻ അരുണ റോയ് നയിച്ച ഈ പ്രസ്ഥാനമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രൊഡ്യൂസർ ആക്ട് അല്ലെ മുൻഗാമി എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. RTA ആക്ട് നിലവിൽ വരുന്നതിന് മുൻപേ തന്നെ തമിഴ്നാട് 1997 വിവരാവകാശ നിയമം പാസ്സാക്കിയത്. RTA ആക്ട് നിലവിൽ വന്ന വർഷം 2005 ഒക്ടോബർ 12 പ്രധാനപ്പെട്ട സെക്ഷനുകൾ 2F, 2H, 8, 20 എന്നിവയൊക്കെയാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മേൽ പരമാവധി ചുമത്താവുന്ന പിഴ 25,000 രൂപയാണ്. ഇത്രയൊക്കെയാണ് സ്ഥിരമായി കണ്ടുവരാറുള്ള ചോദ്യങ്ങൾ. അപ്പം വിവരാവകാശ നിയമം 2005 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തെ കൂടുതൽ ശക്തമാക്കിയൊരു നിയമമാണ്.